ഇപ്പം മഹാത്മജി പറഞ്ഞ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന മഹാത്മജിയെ പോലെ തന്നെ ജീവിതത്തിൽ പകർത്തി കാണിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് റോഡിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ കെട്ടിടത്തിൻ്റെ ആവശ്യമില്ല. കാരണം കെട്ടിടത്തേക്കാളെല്ലാം വലിയ ഒരു സിദ്ധാന്തത്തിൻ്റെ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. നമുക്ക് സാധാരണക്കാരന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ പരിശോധിച്ചാൽ അത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കോ പറഞ്ഞാൽ മനസ്സിലാവില്ല. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ കൽക്കട്ടയിൽ പോവാണ്. കൽക്കട്ടയിലെ അനുശാസന സമിതിയിൽ അദ്ദേഹം മെമ്പറാവുകയാണ്. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെടുന്ന ആ സമയത്താണ്. പിന്നെ അദ്ദേഹത്തിന് 1923 അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത്. അത് കോൺഗ്രസിന് രാജിവെക്കുന്ന അദ്ദേഹം മാത്രമല്ലോ, നിരവധി ആളുകൾ 1920 തുടങ്ങിയിട്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി രാജിവെച്ചതല്ലേ 1934 സെപ്റ്റംബർ മാസം 27 രാജിവെച്ചത്. എൻ്റെ കയ്യിൽ കണക്കുണ്ടല്ലോ. എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറയുന്നതിനെ കുറിച്ച്, എന്താ സന്ദീപ് വാര്യർക്കതിനെ കുറിച്ച് പറയാനുള്ളത്? 13 കൊല്ലക്കാലത്തോളം മാത്രമാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ പാർട്ടി അംഗത്വം എടുത്തിരുന്നത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ഇപ്പോൾ ഇവർ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്ന ആഘോഷിക്കുന്നുണ്ടല്ലോ. 1924 ഡിസംബർ മാസത്തിൽ അധ്യക്ഷനായിട്ടുള്ള മഹാത്മാഗാന്ധി 1925 ഏപ്രിൽ മാസം 10 സ്ഥാനം രാജിവെച്ചു. എന്താ പറയാത്തെ? എന്താ രാജിവെക്കാൻ കാരണം എന്താ? പിന്നെ പ്രസിഡന്റ് ആയതാരാ? സരോജിനി നായിഡു ആയത്. എന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ നിന്ന് പിഴയ്ക്കാൻ പറ്റില്ലെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടുള്ള ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് മഹാത്മാഗാന്ധി. ഇത് ഡോക്ടർ ഹെഡ്ഗേവാർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. 1923 അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം നിരവധി പ്രാവശ്യം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ശരിക്കും ഈ കോൺഗ്രസിൻ്റെ ഇപ്പോൾ മലയാള മനോരമയൊക്കെ ഇറക്കിയിരിക്കുന്ന ഇയർ ബുക്കിൽ പോലും ഡോക്ടർ ഹെഡ്ഗേവാറിനെ കുറിച്ച് പരാമർശമുണ്ട്.